നമ്മളെ ബാലകൃഷ്ണനല്ലേ? നിർത്ത് വണ്ടി നിർത്ത്. ബാലകൃഷ്ണ! നീ ഇങ്ങനെ ഇവിടെ വന്നു? എന്നെ പിടിക്കാൻ തന്നെ ചെയ്താനേ. എത്രയായി മാസേ? 35 രൂപ. എന്തേ 35 ഒരു 350 വെച്ചുകൂടേനോ? ഒരു 10 ഉറുപ്പ്യ തരൂ, പറ്റുമോ? അല്ല, അവന് വെറുതെ മുങ്ങിയോ? എന്റെ പൈസ നിന്ന മനുഷ്യനാണ്, പിന്നെ കാണാതായി. ജിന്നിന്റെ ഒന്ന് കെട്ടേണ്ടി വരും. എന്റെ പൈസ എടോ. ബാലകൃഷ്ണ എവിടെ പോയി കിടക്കേണ്ടത്? എവിടെ എന്റെ പൈസ എന്നോടാ പറയുന്നത്. എന്റെ പൈസ ബാലകൃഷ്ണ. ആഹാ, ഒളിച്ചിക്കല്ലേ? അങ്ങനെ മുങ്ങാൻ നോക്കണ്ടോ? ആടാ, നമുക്ക് നായിന്റെ പൊന്നിന്റെ മാറിപ്പോയി. മാറിപ്പോയതാണ്. ക്ഷമിക്കണം. ഈ വണ്ടിയിലെ പയ്യോ തവറില്ലേ? എന്റെ കാശിങ്ങി തന്നെ. ഞാനിത് അവിടെ നിന്ന് ഇവിടെ വരെ പുറകെ വരികയായിരുന്നു. തന്നോട് ആരാണ് എനിക്ക് എസ്കോർട്ട് തരാൻ? പിന്നെ ഇത് താൻ വന്ന വണ്ടിയല്ലേ? അപ്പൊ ഇതും താൻ വന്ന വണ്ടിയാ? അല്ല, ഇത്തരത്തിൽ എനിക്ക് വരാൻ 2 വണ്ടിയോ? നിങ്ങൾ എന്താണ് പറയുന്നത്? ഇതെന്താ ഓട്ടോ സ്റ്റാൻഡാ? എടുത്തു മാറ്റാ വണ്ടി. അതല്ലേ ചോദിക്കുന്നത്? ഇതെന്താ ഓട്ടോറിക്ഷ ബസ് സ്റ്റാൻഡാ? ഒന്ന് പിടിച്ച് മാറ്റുവാണെങ്കിൽ ഞാൻ ഇപ്പൊ വരാം. ഒരാളൊന്ന് കാണിച്ചോ. താനത് എവിടെ പോകുന്നു? കണ്ടൂടെ ഇതിന്റെ അകത്തേക്ക്? ആരെ കാണണമെന്ന് പറഞ്ഞാൽ വിളിച്ച് കാണിച്ചു തരാം. എനിക്ക് പറച്ചാമ്പുരാനൊന്ന് കാണണം. ഒന്ന് വിളിച്ച് കാണിച്ചു തരാൻ പറ്റുമോ? ഒന്ന് പോയാ. എടാ, നീ ഇതിൻ്റെ ഉള്ളിലല്ല, ഏത് ബഹറിന്റെ ഉള്ളിലാണെങ്കിലും അംസക്കോയ കണ്ടുപിടിക്കും. ഇറങ്ങി വാടാ തൊഴപ്പാ. നിങ്ങളല്ല, വേറൊരു കുഴപ്പമുണ്ട്. എന്റെ സ്നേഹിതൻ ബാലകൃഷ്ണൻ കേട്ടുകൊണ്ട് എന്റെ ഒരു 35,000 രൂപ കടം വാങ്ങിയിട്ട് മുങ്ങിക്കളഞ്ഞാണ് അവൻ. സഹോദരന്മാരെ, നിങ്ങൾ എല്ലാവരും കൂടി അവനോട് ആ പൈസ ഒന്ന് വാങ്ങിത്തരുമോ? അല്ലെങ്കിൽ